നാളെ രാവിലെ 10 മണിക്ക് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുമോ തിയേറ്ററുകാർ ഇറക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. സോ തിയേറ്റർക്കാരുടെ സംഘടനയായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 ദിവസമായിട്ട് അതിഭീകരമായിട്ട് ഇനി മലയാള സിനിമ ഇറക്കില്ല എന്ന്. എങ്ങോട്ട് മലയാള സിനിമ ഇനി തിയേറ്ററിൽ ഇറക്കില്ല, അന്യഭാഷ സിനിമകൾ കളിപ്പിച്ചാലും മലയാള സിനിമ കളിപ്പിക്കില്ല എന്നൊക്കെ തിയേറ്റർ അസോസിയേഷനൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ ഹൈദരലി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മഞ്ഞുമൽ ബോയ്സ് നീട്ടി വെച്ചാൽ നിങ്ങളെ സമരം നീട്ടി വെക്കുമോ എന്ന്. ഇതിൻ്റെ ഒരു ഞാൻ സാധാരണ നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറയാം. പ്രേമലു സിനിമ ഏകദേശം ഒരു 50 കോടി അടിച്ചിരിക്കുകയാണ്. 2024 50 crore ക്ലബിൽ കയറുന്ന ഫസ്റ്റ് മൂവി. അതൊരു ഫുൾ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 4 സ്ക്രീനിലെ തിയേറ്ററിൽ എന്താണെങ്കിലും ഒരു സ്ക്രീൻ പ്രേമലു കൺഫേംഡ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു 1 month പ്രേമലു ഓടും, ലൈക്ക് ആവേശം ഓടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അപ്പുറത്ത് ബ്രഹ്മയുഗം. ഓബിയസ്ലി എനിക്ക് തോന്നുന്നു 35-40 കോടി ബ്രഹ്മയുഗമായി. അപ്പോൾ ഒരു സ്ക്രീന് ബ്രഹ്മയുഗവും ഓടും. അന്വേഷിപ്പിൻ കണ്ടെത്തും ഒട്ടും മോശമല്ല, ഇപ്പോഴും നല്ല രീതിയിൽ ആളുകൾ കയറിയിട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും ഓടുന്നുണ്ട്. പ്രേമലും കൂടിയും പ്രേമലല്ല മഞ്ഞുമൽ ബോയ്സും കൂടി ഈ ഒരു കൂട്ടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏകദേശം മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു വൈബ്, അവരുടെ ഇന്റർവ്യൂ കാര്യങ്ങളും എല്ലാം കാസ്റ്റും ഒക്കെ കണ്ടപ്പോൾ ആ സ്റ്റോറിയും ഒക്കെ അറിയുന്നതുകൊണ്ട് കൺഫേം ആയിട്ട് ആ പടവും ഓടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അല്ല എന്നാലും ഞാൻ ഓടും നമ്മൾ വിചാരിക്കുകയാണ്, പടം കണ്ടിട്ടില്ല വിചാരിക്കുകയാണ്. അപ്പൊ തിയേറ്ററുകാർക്ക് ഇപ്പൊ ഒരു സമരം വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടം ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ഒരു മാസം ഇനി അവർ സമരം ചെയ്താലും പ്രേമലും ബ്രഹ്മയുഗവും അന്വേഷിപ്പിൻ കണ്ടെത്തും പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സും എല്ലാം കൂടി ഒരു 4 സ്ക്രീനിലുള്ള തിയേറ്ററിൽ 4 സ്ക്രീനിൽ ഓടിക്കാൻ പടങ്ങളുണ്ടേ, അത് കാണാൻ ആള് വരുവേ. ഇനി അതിനിടയിലും എല്ലാ തമിഴ് സിനിമയും വന്ന് ലോട്ടറി അടിച്ച പോലെ അവർക്ക് അതിനിടയിൽ ക്ലിക്കായ അതവർക്ക് ബോണസ്, അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് ബേസിക്കലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും ബാക്കപ്പ് ഉള്ള സിനിമകൾ തിയേറ്ററിൽ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യണം, ഇനി സിനിമയെ കളിപ്പിക്കുന്നില്ല തിയേറ്റർ അടച്ചിടാന്ന് പറഞ്ഞാൽ അടച്ചിടും. അത് അവർ ചെയ്യും. ഇവരുടെ ഐഡിയ ആണ്. ഇത്രയും നല്ല സിനിമകൾ ഓടുമ്പോ അല്ല ഫിയോക്ക് ഉണ്ടാക്കിയ സമയത്ത് അവർ ആദ്യം പറഞ്ഞത് എന്താ പറയുക, മലയാള സിനിമയ്ക്ക് തടസ്സം വരുത്തുന്ന രീതിയിൽ ഞങ്ങള് ഒരിക്കലും ഒരു സ്ട്രൈക്ക് ചെയ്യില്ല. എന്നിട്ടിപ്പോ ചെയ്യുന്നത് എന്താ, ഞാൻ പറഞ്ഞത് അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അവരുടെ ഇടയിൽ ഒരു ഒന്ന് താഴ്ന്നു കാരണം ഇങ്ങനെ പടം ഓടുമ്പോ അവരെ ഒന്ന് നിന്ന് തരുമല്ലോ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിലും മലയാളികളുടെ അടുത്ത് മാത്രമേ ഈ കളി നടക്കൂ. തമിഴ്നാട്ടിൽ പോയിട്ട് ഞങ്ങൾ തമിഴ് സിനിമ നാങ്കൾ നാളെ മുതൽ തമിഴ് സിനിമ ഇങ്ക ഓട്ടമാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകാരെ പിടിച്ച് ഓടിക്കും തമിഴന്മാര്. അത് എന്നടാ ഉങ്ങൾക്ക് തമിഴ് സിനിമ മട്ടും പിടിക്കാതാന്ന് വെച്ച് കുത്തിനു പിടിക്കും. ഇവിടെ മലയാളികളുടെ അടുത്ത് ഞങ്ങൾ മലയാള സിനിമ ഇറക്കില്ല എന്ന് പറഞ്ഞാൽ മലയാളികൾ സന്തോഷം. നമുക്ക് ആ വൈകാരിക എലമെന്റ് ഇല്ല, നമുക്കത് വളരെ കുറവാ. നേരെ മറിച്ച് നാളെ തമിഴ്നാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയി ചെയ്ത് നോക്ക്. ബാക്കി നിങ്ങൾ സ്വന്തം നാട്ടിലെ സിനിമ നിങ്ങൾ തടസ്സപ്പെടുത്തി ബാക്കി സിനിമ കൊണ്ടുവരാനുള്ള അയച്ചിട്ട് ഓടിയും. ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അതിന് പറയാ ചെയ്യാന്നുള്ള രീതിക്കാണ് കാര്യം. പിന്നെ ജെന്യുവിനായിട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ ഇവിടെ എനിക്ക് കുറച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രൊജക്ടറിന്റെ കാര്യം അതും ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കില്ലേ? അതൊക്കെ എന്താ പറയുക, ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരൊക്കെയാണ് ഇതിന്റെ പ്രശ്നക്കാർ. ഞാനുള്ള കാര്യം പറയണം. പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും തിയേറ്റർ അസോസിയേഷൻ ആണെങ്കിലും ഒക്കെ ഈ ഓണേഴ്സ് അസോസിയേഷൻ ഇവരുടെയൊക്കെ ഈ അസോസിയേഷൻ്റെ ഒക്കെ മുകളിൽ ഇരിക്കുന്നവർ അഡമൻ സ്റ്റാൻഡ് എടുത്തിട്ടാണ്. അതാണ് വിഷയം. സംഗതി ജെനുവിനായിട്ട് തിയേറ്ററുകാർക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കാലമായിട്ട് മലയാള സിനിമയ്ക്ക് കൂടെ ഓടുന്നു, ആരൊക്കെ വന്നുപോയി, എന്നിട്ടും ഇവിടെ ഇങ്ങനൊരു സ്ട്രൈക്കും കാര്യങ്ങളും പ്രശ്നം ഇതൊക്കെ തീരാത്ത പ്രശ്നമൊന്നുമില്ല. കാരണം മലയാള സിനിമേൻ്റെ ഏറ്റവും നല്ല സമയത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ പണി കാണിക്കരുത്. പിന്നെ ചെറിയ സിനിമകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ചെറിയ സിനിമകൾക്ക് വേണ്ടിയിട്ടുമാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ തുറന്ന് ഓപ്പണാക്കി കൊടുക്കാൻ വേണ്ട, അല്ല പൂട്ടിയിട്ടൊരു കാര്യമുണ്ടോ? ചെറിയ സിനിമകൾ എന്ത് ചെയ്യും? പിന്നെ OTTൻ്റെ കടന്നു കയറ്റം ഇന്നവിറ്റബിളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. OTT വരും, OTTയുടെ കാലമാണ്. അതിലും വലുതെന്തെങ്കിലും വന്നാലേ ഉള്ളൂ. അതെ, അപ്പൊ അത് വരും. ആ മാറ്റത്തിനോടനുസരിച്ച് മാറുന്നല്ലാതെ വേറെ വഴിയില്ല മക്കളെ. അപ്പോൾ ഇനി കമ്മിങ് ടു ടുമോറോസ് മൂവി, ഐ എം വെരി എക്സൈറ്റഡ്. സ്നേഹ നാളെ കാണുന്നില്ല, ഞാൻ FTFS കാണും. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് രാത്രി ഉണ്ടാവും. മഞ്ഞുമൽ ബോയ്സിൽ ഇതുവരെ കാണിച്ചതിൽ ഒരാൾ മിസ്സിംഗ് ആണ്. സ്നേഹ, one man is missing. Surprise is Manjumal Boys. Who is he? ലാലേട്ടൻ. ഒരാളുണ്ട്, അതാരാ? ലാലേട്ടൻ അല്ല, അത് മേ ബി ഇതാണെങ്കിലോ
ആസിഫ് അലി ആണെങ്കിലും ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടടേ ഗണപതിനെ എല്ലാരും ഗ്യാങ് ആണ്. ഇനി ആ ഗ്യാങ് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ ഗ്യാങ് ഫുള്ളാവതിനകത്തേക്ക് ഇനി ആസിഫ് അലിന്റെ ഒരു കുറവേ ഉള്ളൂ. അത് ഞാൻ വിചാരിച്ചാ പിന്നെ ബാലു, ഗണപതി, പിന്നെ നമ്മുടെ സൗബിൻ, ലാലിന്റെ മോൻ, പിന്നെ നമ്മുടെ സലീം കുമാറിന്റെ മകൻ ലാൽ ജൂനിയർ ഉണ്ട്. ആ ലാൽ ജൂനിയർ ഉണ്ട് സിനിമയ്ക്കകത്ത്. സലീം ഖാന്റെ മകൻ, സലീം കുമാറിന്റെ മകൻ, ദീപക്, കൊറേ പേരുണ്ട് ഇതിനകത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇതിൽ ആസിഫ് അലിന്റെ ഓർമ്മ കൂടെ ഉള്ളു, ബാക്കി ബെൽറ്റ് ക്ലിയർ ആയി. ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ഗണപതിയാണ് കാസ്റ്റിംഗ് മാനേജർ ഇത്ര. ഗണപതിയാണ്. അപ്പോ ഇത് ഈ ഒരു ഫോട്ടോ കൂടി കണ്ടപ്പോ എനിക്കൊരു സംശയം, അടേങ്കപ്പ ആസിഫ് അലി. കാരണം ആസിഫ് അലിക്ക് ഭ്രമയുഗം മിസ്സായി. ഭ്രമയുഗം മിസ്സായ ആസിഫ് ക നമ്മുടെ ഈ പടത്തിലൂടെ അയച്ച പേര് മറന്നുപോയാലോ, മഞ്ഞുമൽ ബോയ്സിലൂടെ തിരിച്ചു വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ എന്താണെങ്കിലും എന്താ പറയാ, വെയിറ്റിംഗ് അല്ലേ. ഇത് അതാ പറഞ്ഞ ഇവിടെ ഒരാളുണ്ട്, ഒരാളുണ്ട്, ഇതിലൊരാൾ കുറവാത്ര മഞ്ഞുമലിന്. മനസ്സിലായ റൂമറുകൾ സത്യമാണെങ്കിൽ ക്യാമിയോ റോൾ നമ്മള് ഞാൻ തന്നെ എത്ര വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇയാളെ തിരിച്ചു വരും, ഇയാളെ തിരിച്ചു വരും, ഇയാളെ തിരിച്ചു വരും, ആസിഫ് അലിനെ തിരിച്ചു വരും. നാളെ ആസിഫ് അലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ കറക്കും. പക്ഷെ പറയാൻ പാടില്ല, അപ്പൊ പറയാൻ പാടില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ആസിഫ് അലി ആണെങ്കിൽ ഞാൻ പറഞ്ഞു എക്സൈറ്റഡ്. അല്ല അതിനെന്തൊരു ക്ലൂ കൊടുത്തു. അപ്പൊ ഞാൻ നാളെ അങ്ങനെയാണെങ്കിൽ ആസിഫ് അലി ആണെങ്കിൽ ഞാൻ മണി എന്താ മാലന്റെയിലുണ്ട്, ഞാൻ മണീന്റെ ഫ്രണ്ടാ, മാലന്റെയിലുണ്ട്. വീട് HDFCയിലാണോ വീട്? അപ്പൊ സംഗതി വേറൊന്നുമല്ല, മലയാള സിനിമയിൽ ഇപ്പൊ നല്ലൊരു ടൈമാണ്. ഇറങ്ങിയ സിനിമകളൊക്കെ ബമ്പർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഞാനെപ്പോഴും വിചാരിക്കും ഇപ്പൊ എല്ലാവർക്കും കുറച്ചും കൂടി ബോധോദയം വന്നു, എങ്ങനെ സിനിമ എടുക്കണം എന്നുള്ള കുറച്ചും കൂടി ചിന്ത വന്നു. കുറച്ച് നല്ല സിനിമകൾ ഒപ്പം വന്നു. അതൊക്കെ വന്നത് നല്ലത് വന്നല്ലോ. അല്ല സ്റ്റിൽ ഞാൻ പറയാം കുറച്ച് അല്ലെങ്കിൽ മലയാള സിനിമ ഇപ്പൊ ഞാൻ പറയട്ടെ, മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമേന്റെ നമ്പറും ഇവിടുത്തെ തിയേറ്ററൊക്കെ വെച്ച് നോക്കുമ്പോ ശരിക്കും ഇവിടെ ഒരു ക്രൈസിസിനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഈ ഇറങ്ങുന്ന സിനിമകളിൽ കുറച്ച് സിനിമകൾ ഇങ്ങോട്ട് നല്ല ഹിറ്റ് ആവുന്നത് കൊണ്ട് ആ ക്രൈസിസ് അങ്ങോട്ട് അറിയാതെ ഓടുന്നേ ഉള്ളൂ സീരിയസ് ആയിട്ട്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസും ആർക്കും ഒരു നഷ്ടവും വരാത്ത രീതിയിലൊക്കെ പറഞ്ഞു തീർക്കടേ തിയേറ്ററുകാരും മറ്റൊരു. കാരണം ഞങ്ങൾ റിവ്യൂ പറയുമ്പോൾ ഞങ്ങളെ തലേക്കാണല്ലോ കയറാറ്, ഞങ്ങള് സിനിമയെ നശിപ്പിക്കണമെന്ന്. ഇടയിലാണ് പ്രശ്നം. നിങ്ങൾ തമ്മിലടിച്ച് സിനിമ നശിപ്പിക്കല്ലേ എന്നുള്ളൊരു അഭ്യർത്ഥനയെ നമുക്കുള്ളൂ. ഓക്കെ, എന്നാണ് നാളെ പടം കണ്ടിട്ട് സ്നേഹം ബാക്കി അപ്പം